2026 ഏപ്രിൽ മാസത്തെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയ നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. നാൽക്കാലികളിൽ നിന്നും ധാരാളം ലാഭം പ്രതീക്ഷിക്കാം. നാൽക്കാലികളൊക്കെ വളർത്തി അതിനെ വ്യാപാരം ചെയ്യുന്നവർക്കോ അതല്ലെങ്കിൽ പാല് ക്ഷീര കർഷകർക്കോ നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണിത്. അതുപോലെ സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതിമാർക്ക് ഒരു സന്താനം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കുന്നതിനും വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വീടും സ്ഥലവുമായോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റായോ വാങ്ങുവാനായിട്ട് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു മാസമാണ്. പല വഴിക്കും ധനനാശം ഉണ്ടായിക്കൊണ്ടിരുന്നത്, ധനം പല വഴിക്കും ചോർന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചെലവുകൾ വന്നുകൊണ്ടിരുന്നതെല്ലാം കണ്ടുപിടിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും. പല രോഗങ്ങൾക്കും ശമനം ലഭിക്കും. ശരീരത്തിന് ഉള്ള ബലക്കുറവ് മാറിക്കിട്ടും. ഒരു ബലക്കുറവ്, ഒരു ഉന്മേഷക്കുറവൊക്കെ ഉള്ളത് മാറിക്കിട്ടും. അതുപോലെ തന്നെ ശ്രമിച്ചാൽ നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള പിണക്കവും കലഹങ്ങളൊക്കെ മാറി അവരുമായിട്ട് സഹകരിച്ചു പോകാൻ സാധിക്കും. മാനസികപരമായിട്ട് ഒരു ക്ഷേമം ഉണ്ടാകും. അതുപോലെ കീർത്തിയും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിശ്വസ്തത ഉണ്ടാവും, സ്വഭാവ മഹാത്മ്യവും ഉണ്ടാവും. ഇതുമൂലം പല ഗുണങ്ങളും ഉണ്ടാവും. നിങ്ങളൊരു വിശ്വസ്തനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ കഴിയും. ധാരാളം യാത്രകൾ ചെയ്യാം, സഞ്ചരിക്കാനും സാധിക്കും. അത് വിദേശ രാജ്യത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും വിദൂര സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കും. അത്ഭുതകരമായി വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യക്തിത്വ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനഹാനിയൊക്കെ വരുന്നതിനൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ചില ഗ്രഹങ്ങൾ മോശം അവസ്ഥയിലായിരുന്ന മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാണ് മോശം ഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ചില ആപത്തുകളൊക്കെ കാണുന്നുണ്ട്. അശ്രദ്ധ കാട്ടിയാൽ ദാമ്പത്യ കലഹം വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊരു കൂട്ട് ബിസിനസ്സുകാരൻ, അതായത് പങ്കാളി കച്ചവടം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തോൽവി സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആ ബിസിനസ് പല രീതിയിലും അപമാനം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പല ട്രാപ്പിൽ കൂടി വരാം. അന്യന്മാരിൽ നിന്നും ചതി പറ്റുവാനും സാധ്യതയുണ്ട്. ആരും ചതിക്കപ്പെട്ടില്ലെങ്കിൽ ആരും നിങ്ങളെ ചതിക്കപ്പെടാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ആജ്ഞാസിദ്ധിയും ധനലാഭവും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരുടെയും മോഹന വാഗ്ദാനങ്ങളിൽ പെടാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അവിടെയെല്ലാം ചതിക്കുഴികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങൾക്ക് രോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിലെ രക്തശുദ്ധീകരണം സമയത്തിൽ നടക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇനി കുംഭക്കൂറിലുള്ള ഓരോ നക്ഷത്രങ്ങളെയും പ്രായത്തിനടിസ്ഥാനത്തിലാണ് വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം അവിട്ട നക്ഷത്രത്തിൻ്റെയാണ്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും അവരെ വളരെയധികം സഹായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്കൊരു ആശ്രയമായ അവരെല്ലാ കാര്യത്തിനും അവർക്കൊരു തുണയായി നിൽക്കുന്ന ഒരാൾ വേർപാട് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിദൂര സ്ഥലത്തേക്ക് എങ്ങോട്ടെങ്കിലും അവർ താമസം മാറി പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിനോടും ഒരു ഭയം വരാം. ഏതിനെയും ഒരു ഭയക്കുന്ന ഒരവസ്ഥ വരാം. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് കുടുംബസമേതം താമസം മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, ഗുണനിലവാരമുള്ള നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനും അതുമൂലം പ്രതീക്ഷിച്ചതിലും നല്ലൊരു ജോലി അവർക്ക് ലഭിക്കുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക മികവുണ്ടാകാം. അന്തസ്സുള്ള ഒരു ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കും. സന്താന ഭാഗ്യം ഉണ്ടാകും. കൂടാതെ നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണിത്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. നിങ്ങളെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ, ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഒരിക്കൽ കെണികളിലോ അല്ലെങ്കിൽ അവർ മെനഞ്ഞെടുക്കുന്ന കഥകളിലോ ഒരു പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അത് പഴി അങ്ങനെ വരുമ്പോൾ ചില ഇതൊക്കെ പോലീസ് കേസ് ഒക്കെ ആകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. പോലീസ് പരാതി ആകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇണയുടെ ഒരു വേർപാട് കാണുന്നുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായി വിദേശ രാജ്യത്ത് പോവുകയോ അങ്ങനെ ഒരു വേർപാട് അവിടെ കാണുന്നുണ്ട്.
സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ എല്ലാ ആപത്തുകളെയും, മുൻകാലങ്ങളിലുള്ള മനോവിഷമം, മറ്റുള്ള വിഷമങ്ങളെല്ലാം, മോശമായ കാലങ്ങളെല്ലാം മാറി നല്ല കാലം ഉള്ള ഒരു സമയമാണിത്. ആഗ്രഹിക്കുന്ന പലതും നടക്കാൻ സാധിക്കും, മനസ്സിനൊരു സമാധാനം കിട്ടും, അതുപോലെ തന്നെ സന്തോഷം ലഭിക്കുന്നു, ബുദ്ധിയുടെ ഗതി നേരെയാകുന്നു. ഏത് കാര്യങ്ങളും നല്ലതും ചീത്തയും തിരിച്ചറിയാനും അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും അത് നല്ല രീതിയിൽ ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം ഭേദമാകുന്നു. കൂടാതെ ഇവിടെ ധനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സമയത്ത് നല്ല ഒരു സാമ്പത്തിക സ്ഥാപനത്തിലാണ് നിക്ഷേപിച്ചെങ്കിൽ ആ നിക്ഷേപങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല പദ്ധതികളാണെങ്കിൽ നിങ്ങൾക്കത് പിൻവലിക്കാൻ സാധിക്കും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. മോശപ്പെട്ട ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ് നിങ്ങൾ നിക്ഷേപിച്ചെങ്കിൽ അത് പിൻവലിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ടും കാണുന്നുണ്ട്. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കളെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഒത്തുചേരുകയും നിങ്ങളുടെ ജന്മനാൾ അവർ ആഘോഷിക്കുന്ന പൂജകളും മറ്റുള്ള കാര്യങ്ങളായിട്ട് വളരെയേറെ ആഘോഷപരമായി അത് കൊണ്ടാടുന്നു. അതുമൂലം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. അടുത്ത ചതയ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് പല രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വത ഇല്ലാത്തൊരു അവസ്ഥ വന്നേക്കാം. ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്തൊരു അവസ്ഥ വരാം. ഇത് എല്ലാവർക്കുമല്ല, ചില ചതയ നക്ഷത്രക്കാർക്കാണ്. അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങി വഴക്കുണ്ടാക്കി അവർ വേർപിരിഞ്ഞ് താമസിക്കുന്നതിനായിട്ടുള്ളൊരു സാഹചര്യവും ഉണ്ടാകാം. എന്നിരുന്നാലും കാലക്രമേണ ഇതെല്ലാം നേരെയാകാനും സാധ്യത കാണുന്നു. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് കഷ്ടപ്പാടുകൾ അല്പാൽപമായി കുറയുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ധനവും ധാന്യങ്ങളും മറ്റ് ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകാം. അതുപോലെ തന്നെ മുതിർന്നവരുടെ ഒരു പ്രാപ്തിക്കുറവ് മൂലം ഈ ഉണ്ടായിരുന്ന സമ്പത്തിനെയും മറ്റുള്ള വസ്തുവകകളെയും വേണ്ടുന്ന വണ്ണം അതിനെ പരിപാലിക്കാത്തൊരവസ്ഥ മൂലം ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക പരാധീനം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ദാനം ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവാം. സുരക്ഷ കുറവ് മൂലം പല ആപത്തുകളിലും ചെന്ന് ചാടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അതുപോലെ തന്നെ പലവിധ ചൂഷണങ്ങൾക്കും വിധേയമാകാം. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു തൊഴിൽ കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനത്തിന് കുറവുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ആവശ്യത്തിന് ധനം ലഭിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. 16 വയസ്സിൽ ചതി, വഞ്ചന എന്നിവയിൽ അകപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ സമയം ശ്രദ്ധിക്കുക. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ പേരിൽ ചില കള്ള പരാതികൾ പോലീസിൽ കൊടുക്കുകയും അതുമൂലം കോടതി നടപടികളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചില അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില സ്ത്രീകൾ നിമിത്തം അന്യപുരുഷന്മാർക്കും ചില മാനഹാനി അങ്ങനെയൊക്കെ വരേണ്ട പേരുദോഷങ്ങളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. വാദം സംബന്ധമായ അസുഖങ്ങൾ വരാം. ഏതെങ്കിലും ഒരു അവയവത്തിന് സർജറി നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും സമ്പത്ത് ഉണ്ടാകാം. ഒരു പരിധിവരെ സമ്പത്ത് വ്യവസ്ഥ താളം തെറ്റിയാലും ഒന്നിനും ഒരു കുറവ് വരാതെ ജീവിതം മുന്നോട്ട് പോകാം. 50 വയസ്സ് വരെ ദോഷ സമയമാകുന്നു. 50 വയസ്സിന് ശേഷം കുറേശ്ശെ ഇത് മെച്ചപ്പെട്ടു വരാം. സന്തോഷമുള്ള പലതും കുടുംബത്തിൽ നടക്കാം. അതുപോലെ തന്നെ സങ്കടങ്ങളും ഉണ്ടാകാം. സർജറികൾ നടക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ളവർക്ക് ഒരുപക്ഷെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ അസുഖം വരുന്നതിനുള്ള ഒരു സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ചെറിയ രോഗങ്ങളാണ്, വലുതൊന്നുമല്ല. വസ്തുവകകൾ സംബന്ധിച്ച് കേസ് തർക്കങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ധാരാളം ഭൂസ്വത്തും മറ്റതായിട്ടുള്ള ഒരു ധനാഢ്യനാണെങ്കിൽ നിങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോയി ഈ വസ്തുവകകളും സമ്പത്തൊക്കെ ആരെങ്കിലും അപഹരിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഈ സമയത്ത്, ഈ പ്രായത്തിൽ, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ക്രയവിക്രയങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. സുരക്ഷാ നടപടികൾ സ്വീകരിച്ച് വേണം ചെയ്യാൻ. ചതുവ് പറ്റരുത്. 71 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മുൻകാലങ്ങളിലെ കഷ്ടതകൾക്കും
പരിഹാസങ്ങൾക്കും വളരെയധികം ഭയന്ന് ജീവിച്ച ഒരു സാഹചര്യവും എല്ലാം മാറിക്കിട്ടുന്നു. ദുഃഖങ്ങൾ, കഷ്ടതകളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന ഒരു മാസമാണ്. ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വന്നേക്കാം, ധാരാളം പണം ലഭിക്കാം, പുതിയ വാഹനം, വീട് എന്നിവയെല്ലാം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം അവർക്ക് കാണുന്നുണ്ട്. അടുത്ത പൂരുട്ടാതി നക്ഷത്രക്കാർക്കുള്ളതാണ്. 9 വയസ്സ് വരെയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല സംഭവങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സമ്പത്ത് ലഭിക്കാം, വീട് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്, ബന്ധുക്കളുടെ സഹകരണം ലഭിക്കാം. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ബാല്യകാലം പോകാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, കൂട്ടുകെട്ടുകൾ ഈ സമയത്ത് മോശമാണെങ്കിൽ അവർക്ക് പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ വരുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ സമയം ഈ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. വീട് വിട്ട് അന്യദേശത്തേക്ക് പോയി അവിടെ താമസമാക്കുന്നതിനും ഒരു സാധ്യതയുണ്ട് കുടുംബസമേതം. വിദ്യാഭ്യാസത്തിന് ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിലും പിന്നീട് അവസാനത്തെ 4 വർഷം 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഒരു രീതിയിലും പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. ആവശ്യത്തിന് അവർക്ക് നല്ല ധനം കിട്ടും, നല്ല വിദ്യാഭ്യാസം കിട്ടും, അതുമൂലം നല്ല തൊഴിൽ കിട്ടും. പക്ഷേ ഈ സമയം തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം ഗുണമുള്ള തൊഴിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കരുത്. അതിലിരുന്നു കൊണ്ട് വേറെ നല്ല ജോലിക്ക് ശ്രമിക്കുക. ആ നല്ല ജോലി കിട്ടുമ്പോൾ ഇതിനെ ഉപേക്ഷിച്ച് പോവുക. അല്ലാണ്ട് ജോലി ഉപേക്ഷിച്ചിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാൻ ഈ സമയം ബുദ്ധിമുട്ടായിരിക്കും. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കും. വീട്, സ്ഥലം, വാഹനം എന്നിവയെല്ലാം വാങ്ങുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും, മനസ്സന്തോഷം ലഭിക്കും. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അലർജി പോലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനാശം, ദാരിദ്ര്യം എന്നിവ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ ഒരു അച്ചടക്കം പാലിക്കണം. ദമ്പതിമാർ ആരെങ്കിലും തമ്മിൽ അകന്ന് താമസിക്കേണ്ട ഒരു സാധ്യതയുണ്ട്. അതിൽ ഒരു വിദേശവാസവും കൂടി കാണുന്നുണ്ട് ഈ സമയത്ത്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ വീട്, വാഹനം, വസ്തുവകകൾ എല്ലാം സ്വന്തമായി അവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. ആദരവും അവാർഡുകളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായി മാറുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. ഉദര രോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനാൽ ആ എന്നേക്കുമായി ഉണ്ടായിരുന്ന വയറിൻ്റെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് അവർക്ക് മാറാൻ സാധിക്കുന്നു, ആശ്വാസം കിട്ടുന്നു. അന്യർ ഒരുക്കിയ ചതിവിൽപ്പെടാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങൾ വരാം, ഒരു വീഴ്ച ഉണ്ടാകാം, വീഴ്ച കാരണം ഒടിവ്, ചതവ് എന്നിവ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അത് സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.